ഇന്ന് ആണ്ടുവട്ടം 16-ാം ഞായർ. ഒന്നാം വായന ജെറമ്യായുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 21 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. വാക്യം 6 പ്രത്യേകം നമുക്ക് ധ്യാനിക്കാം. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. രണ്ടാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസ്യസാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 2 വാക്യങ്ങൾ 13 മുതൽ 18 വരെ. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റേത് അധ്യായം 6 വാക്യം 30-34 നമുക്ക് പ്രത്യേകം ഓർക്കാം. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അവനെ അറിയിച്ചു. അപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെട്ട 12 ശിഷ്യന്മാരും തിരിച്ചെത്തി യേശുവുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ക്ഷീണിതരായ ശിഷ്യന്മാരെ ഒരു വിജനസ്ഥലത്തിരുന്ന് വിശ്രമിക്കുവാൻ യേശു ക്ഷണിക്കുന്നു. വിജനസ്ഥലത്തും അവർക്ക് വിശ്രമിക്കാനായില്ല. യേശുവിനെ തേടി ജനക്കൂട്ടം അവിടെയും വന്നുകൊണ്ടേയിരുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കഴിഞ്ഞിരുന്ന അവരോട് യേശുവിന് അനുകമ്പ തോന്നി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള ഈ തിരുവചനങ്ങളിലൂടെ കർത്താവിൻ്റെ അനുകമ്പ നിറഞ്ഞ മനസ്സാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ഒപ്പം അനുകമ്പ ആർദ്രമായ ഹൃദയമുള്ളവരായി തീരാനുള്ള ക്ഷണമാണ് ഇന്നത്തെ തിരുവചനം. കർത്താവ് അനുകമ്പ ഉള്ളവനായി തീർന്നതുപോലെ നമുക്കും മറ്റുള്ളവരുടെ അനുകമ്പയും കാരുണ്യവും വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സുവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞാൻ ഭയപ്പെടില്ല, കർത്താവാണ് അഭയശില.